വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് എ വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 4:30 ആയി. അപ്പോൾ ഞാൻ ഈ വേഷമൊക്കെ ഇട്ട് നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മുടെ വെഡ്ഡിങ് കാർഡ് പൂജ വ്ളോഗാണ്. അപ്പം അങ്ങനെ വ്ളോഗ് എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നി എന്തായാലും നമ്മൾ വെഡ്ഡിങ് കാർഡ് നമ്മൾ പൂജിക്കാൻ പോവുകയാണ്. അപ്പം ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്ത് നിങ്ങളെയും കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആക്ച്വലി എനിക്ക് ഇന്ന് രാവിലെ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. എനിക്ക് ഈ തുടക്കമാണ്, പീരിയഡ്സാണ്. അപ്പോൾ എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല. അപ്പം അമ്മയും അമ്മൂമ്മയും ഡെന്നിയും കൂടെയാണ് പോകുന്നത് നമ്മുടെ വെഡ്ഡിങ് കാർഡ് പൂജിക്കാനായിട്ട്. ഇത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നൊരു ഐഡിയ ആണ്. ആക്ച്വലി എനിക്ക് എന്തായാലും അമ്പലത്തിനകത്ത് കയറാൻ പറ്റില്ല, പക്ഷെ ഞാൻ പുറത്ത് നിന്ന് ഞാൻ തൊഴും. അപ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിതാ ഞാൻ ആക്ച്വലി റെഡിയായി, അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക. അമ്മയും അമ്മൂമ്മയും ഞാനും കൂടെയാണ് പോകുന്നത്. ഡെന്നി വീട്ടിൽ നിന്ന് ഡയറക്റ്റ് അമ്പലത്തിലോട്ട് വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് പഴവങ്ങാടിയാണ്, പഴവങ്ങാടി ശ്രീകണ്ഠേശ്വരം. അപ്പോൾ പോകുന്ന വഴി കാണാം. നമ്മുടെ ബ്ലോഗിൽ ഹായ് പറ. അമ്മൂമ്മ റെഡിയായി. അമ്മ റെഡിയായാ? അമ്മ ഇറങ്ങിയാ? എന്താ അമ്മ ശരിക്കും എന്ത് ഭംഗിയാ. നമ്മുടെ കല്യാണച്ചെറുക്കൻ എത്തി ഗൈസ്. കല്യാണച്ചെറുക്കൻ 2 മിനിറ്റ് ലേറ്റ് ആണ്. ഗുഡ് മോർണിംഗ്. ഓക്കെ പോയിട്ടോ. വേണ്ട. അങ്ങനെ നമ്മൾ പഴവങ്ങാടി ക്ഷേത്രം എത്തി. പഴവങ്ങാടിയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ഇന്നല്ല ഡേറ്റ് ആയത്, 2-3 ദിവസമായി. അപ്പം എനിക്കറിയാമായിരുന്നു എന്തായാലും കാർഡ് പൂജിക്കുമ്പോൾ അകത്ത് കയറാൻ എനിക്ക് പറ്റത്തില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എനിവേ സാരമില്ല, അമ്മയും അമ്മൂമ്മയും ഡെന്നി എല്ലാവരും ഉണ്ട്. എന്തായാലും കല്യാണത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറയാം നമ്മുടെ ഈ കാർഡ് പൂജ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതാണല്ലോ. അപ്പോൾ കാർഡ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴൊക്കെ വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ ടോട്ടലി ആ ഒരു ഇതിൻ്റെയൊക്കെ ഇടയിലായതുകൊണ്ട് മറന്നുപോയി സത്യം പറഞ്ഞാൽ. പിന്നീടാണ് ആക്ച്വലി ആലോചിച്ചത് കാർഡ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ എടുക്കാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ കാർഡ് ഡിസൈൻ ചെയ്ത് കൊടുത്തതും പെട്ടെന്ന് പോയി ഒരെണ്ണം സെലക്ട് ചെയ്ത് അങ്ങനെയല്ല, പോയി പിന്നെ 2-3 ഡിസൈൻസ് അവർ കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ഒരെണ്ണം ഡിസൈൻ റെഫറൻസ് കാണിച്ചു. അങ്ങനെ നമ്മൾ 2-3 ദിവസം എടുത്തിട്ടാണ് പിന്നെ പെട്ടെന്ന് തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടി. ശരിക്കും അത് വ്ളോഗ് എടുക്കേണ്ടത്. പക്ഷെ അത് ആക്ച്വലി ഞങ്ങൾ ഓരോ ആൾക്കാർ ഓരോ സമയത്തൊക്കെയാണ്. ഞാനും അമ്മയും കൂടി ആദ്യം ഫസ്റ്റ് ഒരുമിച്ച് പോകുന്നത്. ഞാനും അമ്മ എൻ്റെ കൊച്ചച്ഛനും ഉണ്ടായിരുന്നു. കൊച്ചച്ഛനോടാണ് ഒരുമിച്ച് പോകുന്നത്. പിന്നെ രണ്ടാമത് ഡെന്നിയുടെ അവിടെ നിന്ന് ഡെന്നിയും അമ്മയും ചേച്ചിയും കൂടെ പോയി. അങ്ങനെയൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റിയില്ല, സിറ്റുവേഷൻ അങ്ങനെ അല്ലായിരുന്നു. അപ്പം സെപ്പറേറ്റ് ഒക്കെ പോയതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ഒരു വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം എന്തായാലും നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഐശ്വര്യമായി മംഗളകരമായിട്ട് നമ്മുടെ കാർഡിൻ്റെ പൂജയ്ക്ക് വെച്ച് കാണണം, അകത്ത് കയറിയവർ വെച്ച് കാണണം. അപ്പം നിങ്ങളെല്ലാവരുടെയും ബ്ലെസ്സിങ്സും പ്രേയേഴ്സും എല്ലാം ഞങ്ങൾക്ക് 2 പേർക്കും വേണം. ഈ വ്ളോഗ് കാണുന്നവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലുള്ളവരാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരുടെയും ഞങ്ങൾക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്സും പ്രേയേഴ്സും എല്ലാം വേണം. അപ്പോൾ ഇനി അവർ ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ്. എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര. കാരണം ഞാൻ അകത്ത് യൂഷ്വലി എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്തതിൻ്റെ എനിക്കൊരു വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, സാരമില്ല, ഞാൻ പുറത്ത് നടയിൽ തന്നെ ഉണ്ട്. അപ്പം എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്, ഭയങ്കര സന്തോഷമാണ്. കാരണം നോർമലി ചേച്ചിമാരുടെയൊക്കെ കല്യാണത്തിനൊക്കെ നമ്മൾ കാർഡൊക്കെ പൂജിക്കാനും അല്ലെങ്കിൽ ചേട്ടന്മാരുടെയൊക്കെ എല്ലാത്തിനും നമ്മളിങ്ങനെ കൂടെ നടന്നിട്ട് നമ്മുടെ ഒരു കാര്യം ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം നടക്കുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റും ഒരു സന്തോഷവും ഉണ്ട് എനിക്ക്. വീഡിയോ എടുക്കാൻ പറ്റില്ല. അയ്യോ, അമ്മൂസന്റെ പാതയിൽ കയറാൻ പറ്റിയില്ലല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ അടുത്തത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. അമ്മയും അമ്മമ്മയും അകത്ത് കയറി തൊഴുതു. അടിഞ്ഞ് നടയിൽ പോയി നടയുടെ ഫ്രണ്ടിൽ നിന്ന് തൊഴുതിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരകത്ത് കയറിയ ടൈം കൊണ്ട് ഞങ്ങൾ കയറി ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാൻ പോവുകയാണ്. യെസ്, ചായ കുടിക്കാൻ. എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഗ്ലാമർ ഇല്ലായിരുന്നു. അത് അകത്ത് കയറി പൂജിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇന്നലെ കാർഡ് കൊണ്ട് കഴിക്കുമ്പോൾ കണ്ണം നിറഞ്ഞൊന്നുമില്ല. എന്നാ ചായ കുടിക്കാൻ പോവാം. എന്തുവാ വാടയാ? എനിക്കെവിടെ ബജ്ജിയില്ല. നല്ല ചൂട് കോഫി. ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അമ്പലത്തിലൊക്കെ ഞാൻ ഇങ്ങനൊരു കോലത്തിലൊക്കെ. അല്ലെങ്കിൽ ഞാൻ നല്ല പറ്റുമ്പോഴൊക്കെ സാരി. അമ്മയല്ല വരുന്നത്? അല്ല അല്ല അല്ല. സത്യം പറഞ്ഞാൽ ഇന്ന് ഇപ്പം നമ്മൾ ഉറക്കപ്പിച്ചയിൽ ഇരിക്കുന്നോണ്ടാണോ എന്ന് അറിയത്തില്ല. ഇന്ന് ആ വാതിലൂടെ നമ്മൾ ഇറങ്ങി വരുന്ന മഞ്ഞയും പച്ചയും സാരിയിലുള്ള എല്ലാവരെയും നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അമ്മയല്ലേ വരുന്നത്, അല്ലെങ്കിൽ അമ്മൂമ്മയല്ലേ വരുന്നത് അല്ലേ. അവരൊന്ന് വന്നാൽ മതിയായിരുന്നു എന്നാണ്. പക്ഷെ നോർമലി അമ്മ പോകുമ്പം അങ്ങനെ തന്നെയാണ്. അപ്പം ഇതൊക്കെ പ്രതീക്ഷിക്കാം. കുറച്ചുകൂടി ഇനി ലേറ്റ് ആവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നേരത്തെ ആരോ പറഞ്ഞു എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ഞാൻ എന്താണ് വൈബാണെന്നാ എന്തെന്ന് പറഞ്ഞ വൈബ് എനിക്കിപ്പോ മനസ്സിലായില്ല. കോട്ടോ ആയിട്ടത് അപ്പൊ അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് കുറെ നേരം കൊണ്ട് നിൽക്കുവാ. അപ്പം എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം അവരിനി ലേറ്റ് ആവും. അവര് ലേറ്റ് ആവുന്നല്ല, 10 മിനിറ്റിനകത്ത് ഇറങ്ങുമായിരിക്കും. പക്ഷെ എനിക്കിപ്പം വീട്ടിൽ പോകണം. അപ്പം അച്ഛനിപ്പം പോവാ, ഞാനിവിടെ കാണും. അവര് വരുന്നവരെ നിൽക്കാനാണെങ്കിൽ ലേറ്റ് ആവും അല്ലേ. അത് കഴിഞ്ഞിട്ട് അമ്മ വേറൊരു അമ്പലത്തിലൂടെ പോകുന്നുണ്ട്. ആക്ച്വലി ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ ചേച്ചിയുടെ വണ്ടിയിലാണ് വന്നത്. അപ്പൊ അതൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ ഗായ്സ്. അപ്പം വ്ലോഗ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇവള് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം അമ്മയല്ലേ വരുന്നത്? അമ്മയാണ് വരുന്നത് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. യെസ്, അമ്മ തന്നെ ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടു. ഓക്കെ, അപ്പം ബൈ ഗായ്സ്. ആനക്കുട്ടിയിൽ വരുന്ന പോലെ വരെയാണ് പ്രായമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ വിയർത്ത് കുളിച്ച്. എന്തുവാ അതിനകത്ത്? ഉഷാമ എത്ര നാളേക്കാണ് ഇവിടെ വന്നിട്ട്? അല്ല, ഇപ്പൊ കുറെ കാലമായി. മറ്റേ സ്ഥിരമായിട്ട് വെളുപ്പിലും ഞാൻ അപ്പൂസോടെ വരുമായിരുന്നു. 4 മണിക്ക് ശിവേലിക്ക് ഓടി എൻ്റെ ഷുഗറും പ്രഷറും എല്ലാം കുറഞ്ഞത് ഭഗവാനാണ്. ശിവേലിക്ക് ഓടി എല്ലാവർക്കും ഭഗവാന്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ചു. അമ്മ വിയർത്ത് കുളിച്ച്. പച്ച ബ്ലൗസൊക്കെ ചാവിയാ. അപ്പൊ ഓക്കെ, ബൈ ബൈ. അങ്ങനെ അവര് അമ്മയും അമ്മൂമ്മയും വീണ്ടും ഞങ്ങളിതാ ശ്രീകണ്ഠേശ്വരത്ത് വന്നു. അവരകത്ത് കയറിയിട്ടുണ്ട് തൊഴാനായിട്ട്. അപ്പൊ അതിനിടയിൽ വെച്ചിട്ട് പത്മനാഭന്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ശ്രീവരാഹത്തും കൂടെ ഒന്ന് പോയിട്ടാ വന്നത്. അത് ഞാൻ വീഡിയോ എടുത്തില്ല. ഡെന്നി പിന്നെ പോയല്ലോ. ആസ്പെഷ്യൽ ഞാൻ കാറിൽ AC ഒക്കെ കൊണ്ട് പോസ്റ്റായിട്ട് വീണ്ടും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അവരിനി എപ്പോൾ ഇറങ്ങുന്നൊന്നും അറിയത്തില്ല. ലേറ്റ് ആവുമായിരിക്കും. കാരണം പൂജയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇറങ്ങിയുമ്പോൾ ലേറ്റ് ആവുമല്ലോ ആസ് യൂഷ്വൽ. അതിനിടയിൽ വെച്ച് ഡെന്നിയുടെ കൂടെ പോയപ്പോൾ ഒരു കോഫി കുടിച്ചു. ഇപ്പം വന്ന വഴിക്കും ഒരു കോഫി കുടിച്ചു. എന്നിട്ടും എൻ്റെ ഉറക്കം അങ്ങോട്ട് മാറുന്നില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. എനിക്കിങ്ങനെ ഒരു കുരു എൻ്റെ ഫ്രണ്ടിൽ നെറ്റിയിൽ അല്ലെങ്കിൽ കവിളിൽ മൂക്കിൽ ഇവിടെയൊക്കെ അതങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നല്ലൊരു ഷൂട്ടിൻ്റെ ദിവസമോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പെഷ്യൽ. പിന്നെ ഞാൻ ഭാഗ്യത്തിന് ഞാൻ അമ്പലത്തിലൊന്നും അകത്ത് കയറിയില്ല. അത് അമ്പലത്തിൽ കയറിയില്ലെങ്കിലും ഇല്ലെങ്കിലും നല്ലൊരു ദിവസം എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നുന്ന എല്ലാ ദിവസങ്ങളിലും
കുരു വരാറുണ്ട് എനിക്ക്. അതെന്തോ അതെങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നോർമൽ ദിവസങ്ങളിലൊക്കെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ക്ലിയർ ആയിരിക്കും. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മിക്ക എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മിക്കവർക്കും ഉള്ള ഒരു സംഭവമാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസം ആകുമ്പോൾ ഫേസിൽ കുരു വരും. എല്ലായിടത്തും പോയാ ഹാപ്പി ആയോ? ഇതൊന്നും പറയാത്ത പറയുന്നത് സുന്ദരി ഞാൻ സുന്ദരിയായിട്ട് മഞ്ഞ പട്ടുസാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാ പരിപാടികളും പൂജകളും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. എനിക്കകത്ത് അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം മാത്രം മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. സോ ഈ ഒരു വ്ളോഗ് ശരിക്കും നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ വെരി ഫസ്റ്റ് വ്ളോഗ് അല്ലെങ്കിൽ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ വെരി ഫസ്റ്റ് സീരീസ് എന്നൊക്കെ പറയാം നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ. അപ്പോൾ ശരിക്കും കാർഡിൻ്റെ ആയിരുന്നു എടുക്കേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനിയുള്ള എല്ലാ വീഡിയോസും വെഡ്ഡിങ്ങായിട്ടും അല്ലാതെ ബാക്കിയെല്ലാം റെഗുലർ ആയിരിക്കും. സോ എല്ലാവരും ഇത്രയും നാളും തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും വിശ്വാസത്തിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും അങ്ങോട്ടും മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും വിശ്വാസവും എല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. അടുത്ത ഉടനെ നല്ലൊരു വ്ളോഗ് അല്ലെങ്കിൽ നല്ലൊരു എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.